mega face-off between the Congress and the CPIM erupted after BJP Kerala in charge Prakash Javadekar met CPIM leader EP Jayarajan. As soon as the news spread of the meeting between the two, the Congress alleged a clear-cut deal between the BJP and the CPIM. Leader of opposition in Kerala, VD Satheesan, alleged that LDF convener EP Jayarajan met BJP leader Prakash Javadekar, who is in fact in charge of Kerala, upon instruction from Kerala Chief Minister. Satheesan also questioned the meet and said that only the aim of BJP and CPIM is to finish the Congress. Actually, it is a shocking news. Jayarajan also admitted that Prakash Javadekar came and met me. Prakash Javadekar is in charge of Prabhari of Kerala affairs of BJP. Then now he is telling it is a personal meeting. How can it be? He is an LDF convener. He is in charge of Kerala affairs. BJP in charge of Kerala affairs. So this is a clear-cut deal. I think Jayarajan, and now the Chief Minister is also justifying Jayarajan. That means it's a clear-cut deal for Chief Minister and CPM. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ മനസ്സിൽ. അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശക്കുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. So we are going to win all 20 Lok Sabha seats in Kerala. But unfortunately there is a deal between CPM and BJP in all over Kerala that EP Jayarajan met the senior BJP leader Prakash Javadekar. That news has come out. So their interlink is very much clear. But we will win. We will break the unholy alliance of CPM and BJP in the state of Kerala. ഇപിയുടെ ഒരു പേര് മാത്രമല്ല, നിങ്ങളിപ്പോൾ പുറത്ത് കേട്ട പേരുകൾ മാത്രമല്ല, ഒരിക്കലും ബി ജെ പിയിലേക്ക് വരില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ബി ജെ പിയിൽ വരാൻ തയ്യാറായി നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇതൊക്കെ പല തലത്തിൽ പല ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരാൾ ചർച്ച നടത്തുമ്പോഴേക്കും തീരുമാനമാകുമ്പോഴല്ലേ എല്ലാവരും ഒരുമിച്ച് വരുന്നത്. എന്താണ് ഇത്ര കാര്യമുള്ളത്? പല ആളുകളും കേന്ദ്ര തലത്തിലുള്ള ആൾക്കാർ പല ആളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, സംസ്ഥാനത്ത് തന്നെ പല ആൾക്കാരും പലയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിൽ ഇത്ര വലിയൊരു മഹാത്ഭുതം എന്താണ് ഇരിക്കുന്നത്? EP ജയരാജൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു, EP ജയരാജൻ എന്നുള്ള പേരിൽ മാത്രം നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. EP ജയരാജനും K സുധാകരനും മാത്രമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അങ്ങനെ അല്ലാത്ത കുറെ പേർ കൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവർ മാത്രമല്ല, സുധാകരനും